നമസ്കാരം, എഡുഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. പരീക്ഷയ്ക്ക് എപ്പോഴും, അതായത് ഒരു പരീക്ഷയ്ക്ക് എന്തായാലും 10 മാർക്കിനാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്തായാലും 10 മാർക്കിനുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് എന്തായിട്ടും കുറച്ച് വേദികളാണ് പറയുന്നത്. അതായത് നമ്മുടെ G20 ഉച്ചകോടി, G7 ഉച്ചകോടി, ഇതൊക്കെ പരീക്ഷാ ഹാളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് മറന്നു പോകുന്നത്, നമുക്ക് ആ രാജ്യമാണോ ഈ രാജ്യമാണോ എന്നൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ബ്രിക്സ് ഉച്ചകോടി പറയുന്നുണ്ട്, G20, G7 ഉച്ചകോടി, പിന്നീട് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ പേരിലാണ്, അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമുക്ക് ബ്രിക്സ് ഉച്ചകോടി, അതായത് നമുക്ക് 2022, 23, 24 നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നൊബേൽ സമ്മാനമായാലും ചോദിക്കുന്നത് 2020 അല്ലെങ്കിൽ 21, 22 നടന്ന നൊബേലാണ്. നൊബേൽ സമ്മാനത്തിന്റെ കിട്ടിയത് ആർക്കെന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് 2022 തൊട്ട് പഠിച്ചു വരാം. ഇപ്പൊ 24 അപ്പോൾ നമുക്ക് ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് വരാം. ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ചേരുന്നതാണ്? ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ്? ബ്രസീൽ, അതുപോലെ തന്നെ റഷ്യ, ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, സൗത്ത് ആഫ്രിക്ക, ഇത്രയും രാജ്യങ്ങൾ ചേരുന്നതാണ് ബ്രിക്സ് ഉച്ചകോടി. ഇപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്ത രാജ്യങ്ങളല്ലേ, സൗദി അറേബ്യ, അതുപോലെ തന്നെ ഇറാന്, അതുപോലെ തന്നെ നമ്മുടെ എത്യോപ്യ, ഈ രാജ്യങ്ങളൊക്കെ ഇപ്പൊ പുതുതായിട്ട് ആഡ് ആയതാണ്. അപ്പൊ ബ്രിക്സ് ഉച്ചകോടിയിൽ 2022, അതായത് 14ാമത് ഉച്ചകോടി, എഴുതിയെടുത്ത് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ 14ാമത്തെ ഉച്ചകോടിയാണ് 2022 നടന്നത്. അപ്പൊ പഠിച്ചു വെക്കണേ, ബ്രിക്സ് ഉച്ചകോടി 14ാമത് നടന്നത് 2022 14ാമത്തെ ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുന്നത് 14ാമത്തെ ഉച്ചകോടി 2022 വേദിയാകുന്നത് ചൈനയാണെങ്കിൽ 2023 വേദിയാകുന്നത് സൗത്ത് ആഫ്രിക്ക. അപ്പൊ 2022 14ാമതാവുമ്പോൾ 2023 എത്രാമതാവും? 15ാമത് ഉച്ചകോടിയാണ്, സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത് 2023. ഇപ്പൊ നിലവിൽ 2024 16ാമത്തെ ഉച്ചകോടി നടക്കുന്നത് റഷ്യയിലാണ്. പഠിച്ചു വെക്കണം, റഷ്യയിലാണ്. പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ബ്രിക്സ് ഉച്ചകോടിയാണ്. ബ്രിക്സ് ഉച്ചകോടി 14ാമത്തെ ഉച്ചകോടിയാണ് 2022 നടന്നത്. ഏത് രാജ്യമാണ്? ചൈനയാണ്. 2023 15ാമത്തെ ഉച്ചകോടിയാണ്. വേദിയായ രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ്. അതുപോലെ തന്നെ 16ാമത്തെ ഉച്ചകോടിയാണ് 2024 നടന്ന വേദിയായ രാജ്യം റഷ്യയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന G20 ഉച്ചകോടിയാണ്. ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞു, ഇനി G20 ഉച്ചകോടിയാണ്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യമാണ് G20 ഉച്ചകോടി. അപ്പോൾ G20 ഉച്ചകോടിക്ക് 2022 വേദിയായത് ഇന്തോനേഷ്യയാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള, അല്ലെങ്കിൽ ഉള്ള രാജ്യമല്ലേ, അതായത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യ അല്ലേ. അപ്പോൾ ഈ ഇന്തോനേഷ്യയാണ് 2022 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. അങ്ങനെയാണെങ്കിൽ 2023 വേദിയാകുന്നത് ഏതാ? ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയാണ്. കഴിഞ്ഞ വർഷം 2023 G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ്. 2024 ഈ വർഷം വേദിയാകുന്നത് ബ്രസീലാണ്. പഠിച്ചു വെക്കണം, ബ്രസീലാണ്. 2025 പറയുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയാണ്. പഠിച്ചു വെക്കണം. അപ്പൊ G20 ഉച്ചകോടിയാണ് പറഞ്ഞത്. 2022 ഇന്തോനേഷ്യ ആണെങ്കിൽ 2023 കഴിഞ്ഞത് ഇന്ത്യയാണ്. 2024 നടക്കാൻ പോകുന്നത് ബ്രസീലാണ്. 2025 നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. പഠിച്ചു വെക്കണം, G20 ഉച്ചകോടി. പഠിച്ചു വെക്കണം, G20 ഉച്ചകോടിയാണ്. അടുത്തത് G7 ഉച്ചകോടിയാണ് പറയുന്നത്. G7 ഉച്ചകോടിയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് വേദികളൊക്കെ. അപ്പോൾ G7 ഉച്ചകോടി പറയുമ്പോൾ 2022 വേദിയായത് ജർമ്മനിയാണ്. 2022 വേദിയായത് ജർമ്മനിയാണ്. 2023 വേദിയായത് ജപ്പാനാണ്. പഠിച്ചോ, ജപ്പാനിലെ ഹിരോഷിമയിലാണ് 2023 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അല്ലേ. നമ്മുടെ അണുബോംബൊക്കെ വർഷിച്ച സ്ഥലമല്ലേ, ഏതാണ് ഈ പറഞ്ഞ ഹിരോഷിമ. അപ്പോൾ ജപ്പാനിലെ ഹിരോഷിമയിലാണ് 2023 വേദിയായത്. പഠിച്ചോ, G7 ഉച്ചകോടിക്ക് 2023 വേദിയായത് ജപ്പാനിലെ ഹിരോഷിമയാണ്. 2024 വേദിയായത് ഇറ്റലിയാണ്. പഠിച്ചു വെക്കണം. അപ്പൊ G7 ഉച്ചകോടിക്ക് 2024 വേദിയാകുന്നത് എവിടാണ്? ഇറ്റലിയാണ്. പഠിച്ചു വെക്കുക, ഇറ്റലിയാണ്. 2025 വേദിയാകുന്നത് കാനഡയാണ്. അപ്പൊ G7 ഉച്ചകോടി ഒന്നുകൂടെ പറയാം. 2022 ജർമ്മനി ആണെങ്കിൽ 2023 വേദിയാകുന്നത് ജപ്പാനിലെ ഹിരോഷിമയായിരുന്നു. അതുപോലെ 2024 വേദിയാകുന്നത് ഇറ്റലി ആണെങ്കിൽ 2025 വേദിയായത് കാനഡയാണ്. വേദിയാകുന്നത് കാനഡയാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
പിന്നീട് നമ്മൾ പറയുന്നത് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യങ്ങളാണ്, ഓപ്പറേഷൻസുകളാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യ എന്താണ് ഈ പറഞ്ഞ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് 2023 ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ഭൂകമ്പം നടന്ന തുർക്കി, സിറിയ എന്ന് പറയുന്ന രാജ്യങ്ങൾ, അത് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ദോസ്ത് എന്ന, പഠിച്ചു വെക്കണേ. അതായത് ഇന്ത്യ നമ്മുടെ തുർക്കിയിലും സിറിയയിലും നടത്തിയ രക്ഷാദൗത്യം അറിയപ്പെടുന്നത് എന്താണ്, തുർക്കിയും സിറിയയും തമ്മിൽ നടത്തിയ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. നോട്ട് ചെയ്ത് വെക്കണേ, ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഉക്രൈനിൽ നടത്തിയ രക്ഷാദൗത്യം എന്താണ്, ഓപ്പറേഷൻ ഗംഗയാണ്. പഠിച്ചു വെക്കണേ, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ്, ഇന്ത്യ ഉക്രൈനിൽ നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗയാണ്. അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയത് ഓപ്പറേഷൻ ദേവി ശക്തിയാണ്. പഠിച്ചു വെക്കണം. അപ്പോൾ ഓപ്പറേഷൻ ഗംഗ ഉക്രൈൻ ആണെങ്കിൽ, ഓപ്പറേഷൻ ദോസ്ത് തുർക്കിയും സിറിയയിലുമാണെങ്കിൽ, അതുപോലെ തന്നെ ഓപ്പറേഷൻ ദേവി ശക്തി എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലാണ്. പഠിച്ചു വെക്കണേ, അഫ്ഗാനിസ്ഥാനിലാണ്. പഠിച്ചോ. അടുത്തത് ഓപ്പറേഷൻ കാവേരി സുഡാനിലാണ്. അപ്പൊ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ആണ് ഓപ്പറേഷൻ കാവേരി. ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഡാനാണ്. അപ്പോൾ ഇന്ത്യയും സുഡാനുമായിട്ടുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അതുപോലെ തന്നെ ഓപ്പറേഷൻ കരുണ ഒന്ന് പഠിച്ചു വെക്കണം, മ്യാൻമാർ ആണ്. അപ്പൊ മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അടുത്തത് ഓപ്പറേഷൻ അജയ്, വളരെ ഇമ്പോർട്ടന്റ്, ഇസ്രായേലിൽ നടത്തിയ, അതായത് ഇന്ത്യയും ഇസ്രായേലും നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് ഉക്രൈനാണ്, ഓപ്പറേഷൻ ദേവി ശക്തി അഫ്ഗാനിസ്ഥാനാണ്, ഓപ്പറേഷൻ കാവേരി സുഡാനാണ്, ഓപ്പറേഷൻ ദോസ്ത് തുർക്കിയും സിറിയയിലുമാണ്, ഓപ്പറേഷൻ കരുണ ഏതാണ്, മ്യാൻമാറിലാണ്, ഓപ്പറേഷൻ അജയ് ഇസ്രായേലാണ്. ഇത്രയും കറണ്ട് അഫേഴ്സ്. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി പറഞ്ഞു, G20 ഉച്ചകോടി, G7 ഉച്ചകോടി പറഞ്ഞു. ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് കറണ്ട് അഫേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഈ ഓപ്പറേഷൻസ്, ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യങ്ങളൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തുക. ഇതുപോലുള്ള ഫാക്ട്സുകളുമായിട്ട് കറണ്ട് അഫേഴ്സുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.